ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ക്വാളിറ്റി എന്ന കൺസെപ്റ്റാണ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗുണം, എത്രത്തോളം അത് ഗുണപരമാണ്, എത്രത്തോളം അതിന് ഉപയുക്തമാണ് എന്ന് കണക്കാക്കുന്നതാണ് ഡാറ്റ ക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡാറ്റ ക്വാളിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഡാറ്റ ടു സെർവ് ആൻ ഇൻറ്റൻഡഡ് പർപ്പസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാറ്റയെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുവാൻ സാധിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസിന്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റയെ സെർവ് ചെയ്യുവാനുള്ള കഴിവ് ഒരു ഡാറ്റയ്ക്കുണ്ട് എങ്കിൽ, ഇഫ് ദ ഡാറ്റ ഹാസ് ദ എബിലിറ്റി ടു സെർവ് ഫോർ ദി ഇൻറ്റൻഡഡ് പർപ്പസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റയെ ഉപയോഗിക്കുവാൻ ആ ഡാറ്റയ്ക്ക് അതിനുള്ള ഒരു എബിലിറ്റി, ഒരു കഴിവുണ്ട് എങ്കിൽ അതിന് നമ്മൾ ഡാറ്റ ക്വാളിറ്റി എന്ന് വിളിക്കുന്നു. ഡാറ്റ ക്വാളിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ആക്യുറസി, കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, റിലയബിലിറ്റി ആൻഡ് അപ്ഡേറ്റിംഗ്. ഡാറ്റ ക്വാളിറ്റിയെ നമ്മൾ അളക്കുന്നത് ഡാറ്റയുടെ ആക്യുറസി, കൃത്യതക്കനുസരിച്ചുകൊണ്ട്, അതുപോലെ കംപ്ലീറ്റ്നെസ്, പൂർണ്ണതക്കനുസരിച്ചുകൊണ്ട്, കൺസിസ്റ്റൻസി, സ്ഥിരതക്കനുസരിച്ചുകൊണ്ട്, അതുപോലെ റിലയബിലിറ്റി, വിശ്വാസ്യതക്കനുസരിച്ചുകൊണ്ട്, അപ്ഡേഷൻ വരുത്തുന്നതിനനുസരിച്ചുകൊണ്ടൊക്കെയാണ് ഒരു ഡാറ്റയുടെ ക്വാളിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നത്, അളക്കുന്നത്. ഇൻ ബിസിനസ്സിൽ ഡാറ്റ ക്വാളിറ്റി ഈസ് ദ കാപ്പബിലിറ്റി ഓഫ് ഡാറ്റ. ഡാറ്റ ക്വാളിറ്റി എന്നാൽ എന്താണ്? ഒരു ഡാറ്റയുടെ കാപ്പബിലിറ്റിയാണ്, ഒരു ഡാറ്റയുടെ കഴിവാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിക്വയർമെൻറ്റ്സിന്, ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഡാറ്റ ക്വാളിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. എ ബിസിനസ് ഫേം കളക്ടിങ് ദി വേരിയസ് ഡാറ്റ ഫോർ ദി പേർപ്പസ് ഓഫ് വേരിയസ് പർപ്പസ്. ഒരു ബിസിനസ് ഫേം അവർ ഡാറ്റ കളക്ട് ചെയ്യുന്നു വ്യത്യസ്തമായ റിസോഴ്സുകളിൽ നിന്ന്, വ്യത്യസ്തമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. ഇഫ് ദ കളക്റ്റഡ് ഡാറ്റ ഈസ് യൂസ്ഫുൾ, ആ കളക്റ്റഡ് ഡാറ്റ എന്താണ്? യൂസ്ഫുൾ ആണ്, ഉപയോഗപ്രദമാണ്. എന്തിന്? ആ ബിസിനസ് ഫേമിൻ്റെ പേർപ്പസിന്, അവരുടെ പർപ്പസിന് യൂസ്ഫുൾ ആണ് എങ്കിൽ നമുക്ക് പറയാം അതിന് ഡാറ്റ ക്വാളിറ്റി ഉണ്ട്. ആ എബിലിറ്റിയെ, ആ കഴിവിനെ, ഒരു ഡാറ്റയുടെ ആ കഴിവിനെ നമുക്ക് ഡാറ്റ ക്വാളിറ്റി എന്ന് പറയുവാൻ സാധിക്കും. ബിസിനസ് ഡാറ്റ ഈസ് സെറ്റ് ടു ബി ഹൈ ക്വാളിറ്റി ഇഫ് ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വരും. സോ അറ്റ് ദാറ്റ് ടൈം വി നീഡ്സ് സോ മെനി ഡാറ്റാസ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് ഡാറ്റ ആ സമയത്ത് ആവശ്യമായിട്ട് വരും. സോ ഹൈ ക്വാളിറ്റി ഡാറ്റ ഈസ് റിക്വയർഡ്. ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണമേന്മയുള്ള ഡാറ്റകൾ, വിവരങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്തിന്? ഫോർ ദി പേർപ്പസ് ഓഫ് ടേക്കിംഗ് ദി മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. സ്ഥാപനത്തിലെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനേജേഴ്സ് എടുക്കുന്ന, CEOs എടുക്കുന്ന, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഹൈ ക്വാളിറ്റിയിലുള്ള, ഉന്നത ഗുണമേന്മയിലുള്ള വിവരങ്ങൾ ആവശ്യമാണ്. ദെൻ ഇമ്പോർട്ടൻസ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി. ഡാറ്റ ക്വാളിറ്റിയുടെ പ്രാധാന്യം എന്താണ്? അതുപോലെ ഡാറ്റ ക്വാളിറ്റിയുടെ ബെനഫിറ്റ്സ്, ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, മോർ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നു. ബെറ്റർ കസ്റ്റമർ ടാർഗറ്റിംഗ്. നല്ല കളക്ട് ചെയ്ത ഡാറ്റ നല്ല ക്വാളിറ്റിയുള്ള ഡാറ്റയാണ് എങ്കിൽ, പർപ്പസ്ഫുൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റയാണ് എങ്കിൽ, വി ക്യാൻ ഈസിലി ടാർഗറ്റ് ദി കസ്റ്റമേഴ്സ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുവാൻ സാധിക്കും. ഫോർ ദി സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യുന്നതിനും മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനെ ശരിയായ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. പിന്നെയോ മോർ എഫക്റ്റീവ് കണ്ടൻറ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. വളരെ കാര്യക്ഷമമായിട്ടുള്ള കണ്ടൻറ്റുകൾ, ഉള്ളടക്കവും അതുപോലെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളും നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സുമായിട്ട് നല്ല ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുവാനും അതിനെ കൊണ്ടുപോകുവാനും സാധിക്കും. അതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് while comparing with other companies and other business firms
എ കമ്പനി ക്യാൻ അച്ചീവ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ബൈ ദി ബെനിഫിറ്റ്സ് ഓഫ് ദി ഡാറ്റ ക്വാളിറ്റി. ഡാറ്റ ക്വാളിറ്റിയുടെ ഗുണഫലമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പനീസിന് എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റ് കമ്പനികളെ അപേക്ഷിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഡാറ്റ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എങ്കിൽ. അതുപോലെ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യത. അതുപോലെ ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻ, കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then we are moving to the 6 major components of data quality. ഡാറ്റ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ. ഡാറ്റ ക്വാളിറ്റി we can measuring the data quality by using the 6 components. ഈ താഴെ പറയുന്ന 6 ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ ക്വാളിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആക്യുറസി, കംപ്ലീറ്റ്നെസ്, consistency, relevancy, validity, timeliness. First one, accuracy. It refers to how well the data describes the real world condition. Accuracy എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ റിയൽ വേൾഡ് കണ്ടീഷനിലെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെ എത്ര നല്ല രീതിയിലാണ് ഒരു ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു ഒറിജിനൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട, റിയൽ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ എത്രത്തോളം കൃത്യമായിട്ടാണ് ഒരു ഡാറ്റ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് ആക്യുറസി ഉണ്ടോ എന്ന് നോക്കുന്നത്. അതുപോലെ കംപ്ലീറ്റ്നെസ്, ഡാറ്റ ഷുഡ് ബി കംപ്ലീറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്. എല്ലാ തരത്തിലും എന്ത് ചെയ്തിരിക്കണം, ഡാറ്റ കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് വിച്ച് ആർ നെസസറി ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും എല്ലാ ഘടകങ്ങളും അതിൽ ഉണ്ടായിരിക്കണം. ദെൻ consistency. When comparing a data item or its counterpart across multiple data sets, it should be the same. നമ്മളൊരു ഡാറ്റ ഐറ്റത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ടർ പാർട്ടിനെ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഡാറ്റാ ബേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അത് സെയിം ആയിരിക്കണം. അതുപോലെ റെലവൻസി. ദ ഡാറ്റ മസ്റ്റ് ബി സ്യൂട്ടബിൾ ടു ദ ഗിവൺ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് കളക്റ്റഡ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ എടുത്തിട്ടുള്ളത് ആ ഡാറ്റ അതിന് വേണ്ടി സൂട്ടബിൾ ആയിരിക്കണം. അതുപോലെ validity. It refers to how the data is collected rather than the data itself. എന്തിനു വേണ്ടിയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. റൈറ്റ് ഫോർമാറ്റിലായിരിക്കണം, കറക്റ്റ് ടൈപ്പിലായിരിക്കണം, റൈറ്റ് റേഞ്ചിലായിരിക്കണം. അതുപോലെ ടൈംലിനെസ്. ഇറ്റ് ഈസ് ടു ബി കളക്റ്റഡ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് മെയ്ഡ് അവൈലബിൾ അറ്റ് ദ ടൈം ഫോർ മാനേജീരിയൽ ഡിസിഷൻ. ശരിയായ സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യുകയും അത് മാനേജീരിയൽ ഡിസിഷന് വേണ്ടിയിട്ട് ലഭ്യമാക്കുകയും വേണം എന്നുള്ളതാണ് ടൈംലിനെസ്സിൽ പറയുന്നത്. ദീസ് ആർ ദി ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി ബേസിക് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി ഡാറ്റ ക്വാളിറ്റി. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഹൗ ടു കളക്ട് ഹൈ ക്വാളിറ്റി ഡാറ്റ. എങ്ങനെ നമുക്ക് നല്ല ഗുണമേന്മയുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇംപ്ലിമെൻ്റ് എ ഡാറ്റ കളക്ഷൻ പ്ലാൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വിവരശേഖരണവുമായി ബന്ധപ്പെട്ട ശരിയായ ഒരു ആസൂത്രണം തയ്യാറാക്കുകയും അതിനെ നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇംപ്ലിമെൻ്റ് എ ഡാറ്റ കളക്ഷൻ പ്ലാൻ. ഒരു ഡാറ്റ കളക്ഷൻ പ്ലാന് ഇംപ്ലിമെൻ്റ് ചെയ്യുക, നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. സെറ്റ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എന്ത് ചെയ്യണം, ഡാറ്റ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, വിവരങ്ങളുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട നിലവാരങ്ങളെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ക്രിയേറ്റ് എ പ്ലാൻ ഫോർ ഡാറ്റ കറക്ഷൻ. ഡാറ്റ കറക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാന് തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ പ്ലാൻ ഫോർ ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുക, ഡാറ്റ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെറ്റ് ഗോൾസ് ഫോർ ഓൺഗോയിങ് ഡാറ്റ കളക്ഷൻ. നടന്നുകൊണ്ടിരിക്കുന്ന വിവരശേഖരണവുമായി ബന്ധപ്പെട്ട, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഡാറ്റ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.